ഇതുവരെ എണീറ്റില്ലടി? ഇല്ല. ഒരു പണിക്കും പോകത്തില്ല, പരീക്ഷയും പാസ്സാവില്ല. ഇങ്ങനെ ഒരു ജന്മം. നിങ്ങൾ രാവിലെ തന്നെ അവനെ ഇങ്ങനെ പ്രാകാതെ. ഞാൻ ഇറങ്ങുവാ. സുമേഷേ, എടാ സുമേഷേ, എണീക്ക്. സുമേഷേ, ചായ കുടിച്ചിട്ടേ ഒരു ആപ്പ് വെച്ചാ മൺവെട്ടിയുടെ പിടിയൊന്ന് ഉറപ്പിക്കണേ. കാടിലുണരും പൂഞ്ചേലവാരി, കാടിലുണരും പൂഞ്ചേലവാരി, കാടിലുണരും പൂഞ്ചേലവാരി സോമേശയ്യ. രാവിലെ തന്നെ എന്തിനാ വിളിച്ചേ? വീട്ടിൽ ഭയങ്കര സീനാളാ. അപ്പൻ എപ്പോഴും തെറിവിളിയാ. ഇന്നലെ തന്നെ അങ്ങനെ പാളക്കാരനൊക്കെ ഞാൻ അടുത്തും പറഞ്ഞു, എന്നോ തെറിവിളിയാണ് ഇവിടെ വന്നു. ആകെ ഉള്ള ആ ട്രൗസർ നീ എടുത്തോ? എടാ പുള്ളിക്കാരൻ നോക്കട്ടെ. ഡാഡി അല്ല എന്തിനാ എടുത്തേ? എടാ ഞാനത് വെച്ചൊരു ബോക്സ് അടിക്കാൻ നോക്കിയാടാ, പാളി. എന്നിട്ട് എങ്ങനെയല്ലോ ഇവിടുന്ന് രക്ഷപ്പെടണം? ഈ നിസാര കേസിന് നാട് വീണാൽ മാത്രം ഗതി കേട്ടവനാണോ നീ? നീ ഇരുന്ന് ആലോചിച്ച് നോക്കി. എടാ അതല്ല, പിന്നെ കുറച്ച് കാശുണ്ടാക്കണ്ടേ? ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നീ ആ സുബിൻ സാബുനെ വിളിച്ച് നോക്കാം. അറിയാം, എഴുന്നേറ്റോന്നൊന്നും അറിയത്തില്ല. ഒരു മിസ് കോൾ ഉണ്ട്. അവനാ വിളിച്ചോളാം. മോനു ടീ. എടാ എവിടാ? ഞാൻ ഇവിടെ ജ്യൂസ് ബേക്കറുടെ ഫ്രണ്ടിലുണ്ട്. ഇത് ജ്യൂസ് എവിടാ? എടാ തേജസ് ആയിരിക്കും. ഓ എടാ പൊട്ട തേജസ്. എന്തുവാണല്ലോ അടച്ചിട്ടേക്കുക. അവിടെ നിൽക്കുന്നത്, ഞങ്ങൾ വരുവാ. രാവിലെ തന്നെ ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് നിനക്ക് ഒന്നും പറയല്ലേ? എന്തോ ഐഡിയ കിട്ടിയെന്ന് പറയാൻ. എടാ ഒരു ആപ്പ് ഉണ്ടാക്കുന്നതിന് പറയാൻ. ആപ്പ് ഉണ്ടാക്കണ കാര്യം? എടാ ഈ ഗെയിമിംഗ് ഒക്കെ പോലെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ അറിയോ? ലാംഗ്വേജും കോഡിംഗ് ഒക്കെ അറിയണം. അടിപൊളിയാ. എടാ ഇരിക്കടാ. എടാ 10-30 സപ്ലൈ മര്യാദക്ക് കോളേജിൽ പോകുന്നത് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കും എനിക്ക് പറയണേ. എടാ അത് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുത്തനെ എനിക്കറിയാം. എടാ ഉണ്ടാക്കാൻ അറിയുന്നവനെ നിനക്കറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമുക്ക് ഉണ്ടാക്കാൻ അറിയണ്ടേ? എടാ അവനെ കൊണ്ട് ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനാരും ഉദ്ദേശിക്കണം ഷാന്. അടിപൊളി. എടാ അവിടെ ഇരിടാ, എന്നാ പ്രശ്നം? അതിനെന്നാ പ്രശ്നം? നിനക്ക് അവനെ പറ്റി ഒന്നും അറിയത്തില്ലാത്ത പോലെയാണോ സംസാരിക്കണേ? എടാ സൈക്കോളൊക്കെ അവൻ്റെ മുമ്പ് ഇതിലും ഭേദം. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നമുക്കില്ലാത്തൊരു കാര്യം അവനുണ്ട്. പിന്നെ വിവരമില്ലായ്മയാണ്. എടാ ബുദ്ധി നമ്മുടെ കുടുംബക്കാരുടെയും ബുദ്ധി എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ അവൻ്റെ അത്ര വരുമോ? അതുകൊണ്ടല്ലേ ഇത് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എടാ ഒന്നാമതേ അവന് നമ്മളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. കോളേജിലെ കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് എന്താ വെച്ചാൽ പുള്ളി ആപ്പ് ഇങ്ങോട്ട് ഉണ്ടാക്കി തരും. എടാ സമ്മതിച്ച്. എടാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കരുതോ? എന്നും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നാൽ മതി. നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ശ്രമിച്ചു നോക്കാമല്ലേ? നിങ്ങളൊന്ന് കൂടെ നിന്ന് നന്നാ മതി, ബാക്കിയാരും ഞാൻ സെറ്റായി നിൽക്കാല്ലേ? നിൽക്കാം. ആലോചിച്ചിട്ട് പോരെ. നാടൊന്നും അറിയൂ. എൻ്റെ വീടിൻ്റെ വാതിൽക്കാർ വന്നിട്ട് വെറുതെ മുടക്കല്ലേ, നടക്കാൻ മതി. പപ്പയോ മമ്മയോ ഇല്ല, പോയിട്ട് നാളോ. നിങ്ങൾ എന്റെ കൂടെ കോളേജിൽ പഠിച്ച സുമേഷ്. എന്താ കാര്യം? ആപ്പ് വേണമായിരുന്നു. അല്ല ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. അതിനെന്താ ഡെവലപ്പ് ചെയ്തു? അല്ല അളിയന്റെ ഒരു ഹെൽപ്പ്, ഷാരങ്ങിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എനിക്ക് പറ്റത്തില്ല. ശാനകെ താങ്കൾ പെട്ടെന്നൊരു നോ പറയില്ല. അകത്ത് ഒരു 10 സെക്കൻഡ് കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് റിസ് പറഞ്ഞാൽ മതി. ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. എനിക്ക് നെക്സ്റ്റ് മന്ത് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ളതാ. അയ്യോ ഷാനൊക്കെ അങ്ങനെ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഒന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ഗൈഡ് ചെയ്താൽ മതി. ഷാനിങ്ങനെ അറിയാലോ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നുള്ള. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കോളേജ് വെച്ച് നിങ്ങളുടെ ഭാവം ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അയ്യോ ഷാനൊന്നും മനസ്സിൽ വെക്കരുത്.
ഷാനിങ്ങിനോട് എന്ന് എനിക്ക് ബഹുമാനം മാത്രമുണ്ടായിരുന്നു. ഞങ്ങൾക്കും സുമേഷ് അല്ലേ? നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഇപ്പോഴും ഓപ്പൺ ആണെങ്കിൽ ഐ എം റെഡി ടു വർക്ക് ഫോർ യു. പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇറങ്ങണം. ഇതാരുടെ വീടാണെന്നാ പറഞ്ഞേ? എൻ്റെ അമ്മാവനും ഫാമിലി ഇവിടെ താമസിച്ചോണ്ടിരുന്നു. അവരുടെ വീടാണ്. അവരിപ്പോൾ ഫാമിലിയായിട്ട് ദുബായ് സെറ്റില്ല. അവരുടെ ഒരു മോളുണ്ടായിരുന്നു, അവളെ ഇവിടെ താമസിച്ചോണ്ടിരുന്നു. അവൾ കോളേജിൽ പോയി വന്നോണ്ടിരുന്നു ഇവിടുന്ന്. അപ്പോൾ അവൾക്ക് സെംബ്രേക്ക് ആയതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരത്തില്ല. സോ നോ പ്രോബ്ലം. ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതിനാ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വീട്ടിൽ താമസിക്കാമെന്ന് എനിക്കറിയില്ല. അയ്യോ, അതിന് ഞാൻ അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരാന്നേ. അതല്ല, അവരെങ്ങനെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. എന്നാ പറഞ്ഞു? നമുക്ക് പ്രോജക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഗീം മേടിച്ച്. വേറെ വിഷയമൊന്നുമില്ല. നീ വാ. എടാ ഇതിന്റെ മുടി കാണുന്നുണ്ടോടാ? എടാ നാണയില്ലടാ നിനക്ക്? നീ ഇങ്ങനൊക്കെ ഫാനാണോ? അവനെ പറ്റി പറഞ്ഞോട്ടല്ലോ. സ്വന്തം അപ്പന്റെ ബോക്സർ അടിച്ചു മാറ്റി നിക്കറാക്കിയിട്ടാണ് നിനക്ക് തന്നെയാണ് അവനെ പറ്റി പറയാൻ അവകാശം. പോട്ടണ്ണേ, അവൻ അപ്പിടി ഇപ്പിടി അപ്പിടി അപ്പിടി പോട് പോട് അസ്തിപ്പോട് കണ്ണാണ്. കുഴ മടക്കണോ? നീ കുഴക്കടാ. ഇന്നൊരു ദിവസം കുഴക്കും. പോടാ, നീ കുഴക്കി. കുഴക്കടോ? ശരി, ഇന്നൊരു ദിവസം ഞാൻ കുഴക്കാം. പക്ഷെ നാളെ നീ കുഴക്കണം. ഏറ്റാ? സത്യം. സത്യം. കഴിവുണ്ട്. പിന്നെ കുഴയാടാ. നോക്കി പഠിച്ചു, നാളെ കുഴക്കാനുള്ള. എന്ത് ചപ്പാത്തി? ഈ ഡിന്നറിന് കോൺഫ്ലേക്സ് മതി. ലഞ്ചിന് നമുക്ക് നൂഡിൽസ് ആയാലോ? എന്നാ എനിക്ക് ഇപ്പോഴും നൂഡിൽസ് മതി. അതെ, നൂഡിൽസ് ഉണ്ടാക്കാനുള്ള അരി പഞ്ചസാരയൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് പോലും അഡ്ജസ്റ്റ് ചെയ്യും. നാളെ അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. അമ്മയല്ല, ഞാൻ ഉണ്ടാക്കി തരാം. സത്യം. പാല് പാല് വരും വരും. കഴിക്ക്. ആ ചാറ് കൂട്ടി ഇങ്ങനെ കീറത്. ദാഹിക്കും വെള്ളം. പാല് വരും. ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ അപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചോ? അത് ഞങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ അത് ഞാൻ കണ്ടുപിടിക്കണോ? വേണ്ട, ഞങ്ങൾ കണ്ടുപിടിക്കണം. എന്നാലും എന്ത് ആപ്പ് ഉണ്ടാക്കും ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ലടാ. ഞാൻ ആ മെനകെട്ടവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും എന്ന് ആലോചിച്ചു. കോളേജിൽ പ്രൊജക്ട് ചെയ്യാൻ വെച്ചൊരു ഐഡിയ എൻ്റെ ഉണ്ട്. എന്ത്? നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തും വന്ന് വട്ടം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഡൻ ബ്രേക്ക് ഇടില്ലേ,
ആ സമയത്ത് മാറ് മലർ കാന്ത വസുദേവാത്മജ ഈ പാട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സംഭവം. ഇത് മെക്കാനിക്കലാകാരുടെ പ്രോജക്റ്റ് അല്ലേ? എന്നാ റംബ ഹായ് 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 ഇതടാ. ഇത് വെച്ച് എങ്ങനെ ആപ്പ് ഉണ്ടാകും? ആ റംബ ഹായ് വെച്ച് ആപ്പുണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ നീ എന്നെ അതേ പോയി പറഞ്ഞു. പിന്നെ ഞാനിവിടെ മിണ്ടായിരിക്കണോ? എന്റെ പൊന്ന് സുൻസാവു, നീ ഉമ്മ വെറുപ്പിക്കാതെ. അതേ എന്താ ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ ഉറങ്ങുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഥ പറഞ്ഞാൽ അറിയോ? എൻ്റെ അപ്പനോട് പോയി ചോദിക്കും. എൻ്റെ ഉറക്കം പോയി. എനിക്ക് ഇനി ഉറക്കം വരണമെങ്കിൽ കഥ കേട്ടാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കഥയാണോടാ? അതുകൊണ്ട് ഇവന് നല്ല കഥ അറിയാം. വിളിച്ചോണ്ട് പോക്കോ. വേണ്ട, കൊണ്ടുപോയി കഥ പറഞ്ഞു വിടും. പോടാ. ഒരിടത്തൊരിടത്ത് ഇന്ദുചൂടെന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പുള്ളി മഹാചൂടനായിരുന്നു. ഒരു 34 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ പുള്ളിയുടെ വീടിനടുത്ത് ചൂണ്ടയിടാൻ പോയി. ചൂണ്ടയിടാൻ അറിയോ? അത് തന്നെ. അപ്പൊ പുള്ളി ചൂണ്ടയിടാൻ പോയത് ഒരു കവർ തവളയായിട്ടാണ്. കാരണം ചൂണ്ടയിൽ കൊരുത്തിടണമല്ലോ. പുള്ളി ഇങ്ങനെ തവളനെ ചൂണ്ടയിൽ കൊരുത്തിട്ടിട്ട് പുള്ളിക്ക് ഒരുപാട് മീൻ കിട്ടി. കാരണം തവളനെ എടുക്കുന്നു, ചൂണ്ടയിൽ കൊരുക്കുന്നു, ഇടുന്നു, മീൻ കിട്ടുന്നു. തവളനെ എടുക്കുന്നു, ചൂണ്ടയിൽ കൊരുക്കുന്നു, ഇടുന്നു, മീൻ കിട്ടുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ തവള അങ്ങ് തീർന്നു പോയി. ഇന്ദുചൂടനാകെ വിഷമായി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമോ പുള്ളി. അപ്പോഴേക്കും പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു നീർക്കോലി ഒരു തവളനെ കടിച്ചു പിടിച്ചോണ്ട് ഇളഞ്ഞിങ്ങനെ വരുമോ. പുള്ളി ഇന്ദുചൂടനല്ലേ, ബുദ്ധി ഉണർന്ന് പുള്ളി നേരെ ആ നീർക്കോലിയുടെ കാലെ ചവിട്ടി പിടിച്ചിട്ട് കിറിക്കകത്തുനിന്ന് ആ തവള ഇങ്ങനെ എടുത്ത് കോർത്തിട്ട് പുള്ളിക്ക് സിലോപ്പിയ മീൻ കിട്ടി. 1.5 കിലോ, 1.5-2 മിച്ചം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിലോപ്പിയ മീൻ കിട്ടിയതിനേക്കാളും പുള്ളിക്ക് വേറൊരു കാര്യം ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടാണല്ലോ ആ നീർക്കോലി തവളനെ കടിച്ചു പിടിച്ചുകൊണ്ട് വന്നത്. അപ്പം അതിൻ്റെ ഭക്ഷണം എടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്ദുചൂടിന് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഇന്ദുചൂടിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2.5 കിലോ ഉള്ള 2 മീൻ, സിലോപ്പിയ മീൻ പുള്ളി നീർക്കോലിക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഇന്ദുചൂടൻ ആ സെയിം പുഴക്കരയിൽ നിന്ന് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇന്ദുചൂടൻ്റെ പുറകിൽ ആരാണ്ട് വന്ന് ഇങ്ങനെ തോണ്ടി. ആരാ? ഇന്നലെ വന്ന നീർക്കോലി 2 തവളനെ കടിച്ച് പുള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. ഞാൻ ഒരു കഥ കൂടെ പറ. ഒരിടത്തൊരിടത്ത് ഇന്ദുചൂടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി മഹാചൂടനായിരുന്നു. ഇതല്ലേ മുമ്പേ പറഞ്ഞു ഈ കഥയല്ലേ? അല്ല, ഇത് മെഷീൻ ചൂണ്ടനായിട്ട് വന്നൊരു കഥ. പുള്ളി അങ്ങനെ ഇങ്ങനെ മെഷീൻ ചൂണ്ടനായിട്ട് വന്ന് പുള്ളി അങ്ങനെ വന്നിട്ട് ഈ പുള്ളി മെഷീൻ ചൂണ്ടയിൽ മറ്റേ തവള ഇല്ലല്ലോ, അപ്പം മറ്റേ സാധനമാണ് കൊരുത്തിടുന്നു. പുള്ളി കൊരുത്തുന്നു, ഇങ്ങനെ വലിക്കുന്നു. പുള്ളി കൊരുത്തിടുന്നു, ഇങ്ങനെ വലിക്കുന്നു. പുള്ളിക്ക് ഇത്ര നാട്ടും പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേ പുള്ളി ഈ ചൂണ്ടയിൽ മീൻ കിട്ടണില്ല. പുള്ളിക്കാരാണെങ്കിൽ ഭയങ്കര പുള്ളി മഹാചൂടനാണല്ലോ. പുള്ളിയുടെ ചൂടിൽ ഈ റബ്ബർ ഇങ്ങനെ ഉരുകി പോവുക ഈ ചൂണ്ടയിൽ. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് 5, 6, 7 കിലോ ഉള്ള 2 സിലോപ്പിയ മീൻ വീതം പുള്ളിക്ക് കിട്ടി. പുള്ളി അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെച്ച് തിന്നിട്ട് പുള്ളിക്ക് ഇങ്ങനെ എന്താ ഒരു ഐഡിയ കിട്ടി. എന്ത്? നമ്മുടെ ആപ്പിനുള്ള ഐഡിയ. സാരില്ല. ഒരിടത്ത് കോരയിലായിട്ട് നമ്മുടെ അതായത് പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു വിർച്വൽ അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല. പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുക, പാട്ട് പാടി കൊടുക്കുക, പഠിപ്പിക്കുക, ഗെയിംസ് കളിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു വിർച്വൽ അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നല്ല. പിള്ളേര് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്ക് അതുങ്ങളെ ഇഷ്ടമല്ല. എടോ, താൻ ഇങ്ങനെ മടുപ്പിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കി. പിള്ളേരെ നോക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്. സ്വിച്ച് ഇട്ട കഥ പറയുന്ന ആപ്പ് നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമാണോ? പറഞ്ഞോളൂ. അതായത് അപ്പൂപ്പന്റെ സൗണ്ട്, അമ്മൂമ്മയുടെ സൗണ്ട്, കൊച്ചമ്മയുടെ സൗണ്ട്, ചിറ്റമ്മയുടെ, ആരുടെ വേണമെന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് മാറ്റിയിടാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ. അതിന് വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ ആപ്പ് ആരുണ്ടാക്കും? എല്ലാ ആപ്പും ഞാൻ ഉണ്ടാക്കുന്നു. എടോ, താൻ ഒരു ടാസ്ക് എന്നെ ഏൽപ്പിച്ചു, അത് കൃത്യമായിട്ട് വരും. ഈ സബ്ജക്ട് കണ്ടുപിടിക്കാൻ തന്നെ എന്തായാലും ബുദ്ധിമുട്ടെന്ന് അറിയാം. നമ്മുടെ കമ്പനി വളർന്ന കണ്ടോ? ടോപ്പിക്ക് വന്നുണ്ടോ? നീ ആപ്പ് ഉണ്ടാക്കി നിന്നെ ഒരു ആപ്പോളി ആക്കിട്ടെ ഞങ്ങൾ. ശരി, ആപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. ചെയ്തു തരാം. പക്ഷെ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
കറണ്ടും കളഞ്ഞു മഹാഭാവം. നമുക്ക് ആപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സോങ്സ് വേണം, സ്റ്റോറീസ് വേണം, ഗെയിംസ് വേണം. സോങ്സ് മോനു കളക്ട് ചെയ്യണം, സ്റ്റോറീസ് സുമേഷ് കളക്ട് ചെയ്തിട്ട് വരണം, ഗെയിംസിൻ്റെ പ്രോട്ടോടൈപ്സ് സുബിൻ കളക്ട് ചെയ്തിട്ട് വരണം. ഈ ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടൈപ്പ് നമുക്ക് ആവശ്യം വരും? എല്ലാ ടൈപ്പിലും വേണം. എല്ലാ ടൈപ്പും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പം അതില് നമുക്ക് ഏത് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലതാ. ലൈക്ക് മറ്റേ ബോർഡ് ഗെയിംസ് ഇല്ലേ, മറ്റേ സ്നേക്ക് ആൻഡ് ലാഡർ. യു മീൻ പാമ്പുംകുണി? യാ അതെ. പിന്നെ മൊണോപ്പൊളി. മൊണോപ്പൊളി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇല്ലില്ല, അങ്ങനെ പറഞ്ഞിട്ട് പറ്റത്തില്ല, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലത് നിങ്ങളിങ്ങനെ ചൂടായി കഴിഞ്ഞിട്ട് എന്താണ് കാര്യം? You have to get it for me, okay? നിർബന്ധിച്ച് ഞാൻ അതും കൊണ്ട്. എടാ എൻ്റെ ഒരു പാട്ടുണ്ട്, പിള്ളേർ പറ്റിയാണോ? വിജയ് ഫാൻസ് പിള്ളേർ ഉറപ്പായിട്ടും പറ്റിയതാ. പിള്ളേർക്കുള്ള പാട്ട് കുഞ്ചു സാബ്. ശരി. നിങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് പോകണം? ഇല്ല. എന്നാൽ പോകണം. പോയിട്ട് വരുമ്പം എനിക്കൊരു പെപ്പറോണി പിസ്സ വിത്ത് എക്സ്ട്രാ ചീസ് മേടിച്ചിട്ട് വരണം. ഷാനങ്ക, സോറി, നമ്മളൊരു ബഡ്ജറ്റിൽ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഷാനങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോറി, പറ്റത്തില്ല. ഒട്ടും വൃത്തിയായിട്ടിങ് എല്ലാത്തിനാണ്. ഇതിനേക്കാളും ഭേദം പിള്ളേരെ മേക്കണം കേട്ടോ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവാ? ഞാൻ എത്ര നേരമായിട്ട് ഫുഡ് പോലും കഴിക്കാതെ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുകയാണെന്നറിയോ? ഒന്നും പറയണ്ട. നിന്റെ കൂടെ ഉത്തരവാദിത്വം ഇല്ലാതെ നിന്റെ കൂടെ ജോലി ഇറങ്ങി തിരിച്ച് എന്നെ വേണം പറയാൻ. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എത്ര നേരമായെന്നറിയാവോ? ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോവാ, എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാ. നിന്റെ അടുത്ത് നീ കുറെ നേരം തുടങ്ങിയിട്ട് നിന്റെ കണി തന്നെ കുരുവാണ്. ഞങ്ങൾ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അത് നീ അഭിനയിക്കാണോ പൊട്ടനെ പോലെ? അവിടെ നിന്റെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് വേണ്ട. നിന്നെ മനുഷ്യനോട് ആക്സിഡന്റ് പറ്റി ജീവൻ കിട്ടിയത് അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് നിന്റെ ഡയലോഗ് അടിക്കണോടാ. നിന്റെ മാക്രോണി പിസ ഉണ്ടാക്കാൻ പോയി ഞങ്ങൾക്ക് പറ്റി. നീ ശവപ്പെട്ടിക്കാൻ വേണ്ടി വന്നോടാ. അസംബ്ലിക്ക് പോകണം. ഞാനല്ലോ കാര്യം വരെ വെക്കണം ഊളെ. നീ പോടാ. നീ വന്നന്ന് പോലും രണ്ടെണ്ണം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. നിന്നെ അവന്റെ ലിപ്സ്റ്റിക് കൊണ്ട് നീ എന്നെ കഥകളിക്ക് ഉണ്ടാക്കാൻ പോകണം അല്ലല്ലോ. സോറി അണ്ണാ. ഓ, ഒരു ദേഷ്യക്കാരൻ. തിരക്കുണ്ടായിരുന്നോ അവിടെ? ഇല്ല. ഇവിടെ എത്രയാണോ മേടിച്ചേ? 10 പേർ. ഇന്ന് നമ്മൾ എവിടെ കാശ്? ജീവൻ മിച്ചം പിടിച്ചു. അതൊന്നും ഇപ്പൊ ആശുപത്രി പിന്നെ എടാ, അന്ന് 2000 രൂപയല്ലേ നീ എൻ്റെ ഇത് മേടിച്ചോണ്ട് പോയെ? സത്യം പറ, എത്ര ചെലവായ? ഞാൻ എത്ര മിച്ചം പിടിച്ചു ചോദിക്കണം. എത്രയാ മിച്ചം പിടിച്ചേ? 1500. എടാ, ആപ്പുണ്ടാക്കാൻ വെച്ച കാശാണ് നീ ബീറും മേടിച്ചോണ്ട് വന്നേക്കുന്നേ. പിന്നെ മേടിക്കാനുള്ള കാശിന് ആപ്പുണ്ടാക്കാൻ പറ്റും. സുമേഷ്, നീ അടിച്ചോണ്ട് സംസാരിക്കാം. നീ എവിടെ ഇരി? 2.5 അടിച്ച് ഞാൻ തീരാത്ത കേസ് കൊടുക്കും. ഞാൻ എടാ,
അവനെ വിളിക്കണ്ടേ? ഷാനങ്ക ആ അവനതൊക്കെ അടിക്കുമോ? അത് വിളിച്ചു നോക്കടാ, അല്ലേ ഇപ്പൊ വിളിച്ചേരി ഇനി അത് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഷാനങ്കേ, ഷാനങ് ബ്രോ, ഷാനങ് ബ്രോ. ഷാനങ്കേ അടിക്കുന്നു. എനിക്ക് എന്നാ കുടിച്ചേ, വേണ്ടെന്നേ, എനിക്ക് വേണ്ടെന്നേ. അടിക്കടാ, അടിക്കാൻ വേണ്ട, അടിക്കടാ, പിടിച്ചേ. അടിച്ചേ, വേഗം കുടിച്ചില്ല, ബിയർ ബോട്ടിൽ എടുത്ത് നമ്മൾ തലകെട്ടടിക്കും. അടിച്ചേ. വേണ്ട, താമസമാടാ. ബിയർ കുടിക്കുന്നതിനാണോ ഇത്രയ്ക്ക് എക്സ്പ്രഷൻ? മതി മതി മതി, പൊക്കോ പൊക്കോ, മുള്ളിട്ട് പോയി കിടന്നു കേട്ടോ. ഇപ്പൊ സാധനം കടിച്ചു തിരിക്കുക, നമുക്ക് ഈ മൂടൊന്ന് മാറ്റാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ. നീ എവിടെ? എന്തുവാ നീ ഒന്നും വിചാരിക്കരുത്, ഞാൻ എല്ലാം പറയാം. നീ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യും. എവിടെ കിട്ടിയടാ നിനക്ക് ഇതിനൊക്കെ? ഓ, അപ്പൊ ഇതിനാണ് റൂം വേണം പറഞ്ഞ കീ മേടിച്ചോണ്ട് പോയല്ലേ? എടി എന്റെ തലയൊന്ന് സെറ്റ് ആവട്ടെ, ഞാൻ എല്ലാം പറയാം. പപ്പ എങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. നീ വേഗം അവരെ കൂടി പോകും. എടി നീ ഇങ്ങനെ പറയല്ലേ, എല്ലാം സെറ്റായി വരുന്നുള്ളൂ. ഈ സമയത്ത് ഇവിടുന്ന് പോയാൽ എല്ലാം കൊള്ളാവും. ഇനി വേറെ സ്ഥലത്തോട്ട് മാറിയാൽ തന്നെ കൊടുക്കാനുള്ള കാശ് വേണ്ടിയില്ല. എത്ര നാളത്തേക്കാ നീ പറയുന്നത്? ഒരു രണ്ടാഴ്ച കൂടി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇമാരെ കൊണ്ടിട്ട് നോക്കാം. അതുവരെ ഞാൻ പപ്പയോട് എന്താ പറയും? ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ചായ എടുക്കണേ. തൽക്കാലം അങ്കിള് അറിയണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്ക് സെംബ്രേക്കല്ലേ? അവിടെ ഭയങ്കര മടുപ്പാ, ബോറടിച്ച് ആവാറായി. നീ എവിടെയാണെന്ന് അവർക്കറിയാവോ? കോട്ടയത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലാന്ന് വിചാരിച്ചോളൂ. അപ്പൊ നീ ഇനി ഉടനെ തിരിച്ചു പോകുന്നില്ലേ? പോകുന്നില്ല.
അതുവരെ അവിടെ താമസിക്കും. ഇവിടെ താമസിക്കും. ഇവിടോ? കൊള്ളാല്ലേ? കൊള്ളാം, പക്ഷെ കപ്പളങ്ങയില്ല. അതല്ല ആ അവള് കൊള്ളാം. ഇപ്പോഴൊരു വീടായ അങ്ങനാടാ, ചില പെമ്പിള്ളേർ വീട്ടിൽ കയറുമെന്ന് ഞാൻ ഉണ്ടല്ലോ, ഭയങ്കര ഐശ്വര്യമായിരുന്നു. ഇത് പോവും എന്നെങ്ങാനും. ഏയ് അവള് റൈഡറാണെന്ന് തോന്നുന്നു. ബൈക്ക് കൊള്ളാം. എന്നാ മൈലേജ് ഉണ്ടോ അതിനൊക്കെ? ഒരു 10-12 കാണുമായിരിക്കും. അത്ര ഉണ്ടോ? ഹൈബ്രിഡ് ആയിരിക്കും. അവളല്ലേ ഓടിക്കുന്നു. എടാ, ആ വന്നേക്കുന്ന എൻ്റെ കസിനാണെന്നറിയാലോ. ആ അവള് കുറച്ച് ദിവസം നമ്മളോട് കാണും. ഇവിടോ? അടിപൊളി. എടാ, നിന്റെ ഒന്ന് അലന്ന സ്വഭാവം അവളുടെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എൻ്റെ സ്വഭാവമാണ്. സുമേഷ്, നീ ഒരുമാതിരി അങ്ങനത്തെ വർത്തമാനം പറയല്ലേ. നീ ഞങ്ങളെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചേക്കണേ? എടാ, നിന്നെയൊക്കെ ഇന്നൊന്നില്ല ഞാൻ കാണാൻ തുടങ്ങിയ. ഇവിടെ ഞങ്ങള് മാത്രമല്ല, വേറൊരുത്തിനൂടെ ഉണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് അവനെ നല്ല വിശ്വാസമാണ്. ഓ ഓ, അപ്പം ഞാൻ മാത്രം, ഞങ്ങൾ മാത്രം. ഓ അവൻ ഓ ഓ വരുന്നേ. ഓ ഓ, ഓ. ആ തെണ്ടി നമുക്കൊരു പാരയാവോ? അവിടെ പോകാൻ പറയടാ. പട്ടി. ഓ ഇപ്പൊ ഞാൻ നാളെ പോയ ഞാൻ. അയ്യോ, എണീറ്റ് എണീക്കടോ. എന്തിന് എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. എൻ്റെ കൂടെ വേറെ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് എന്റെ റൂമാ, എന്റെ കട്ടിലും. എനിക്ക് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങണം. എനിക്കൊരു ബെഡ്റൂമും ഒരു ബെഡും ടെഡി ബിയറും ഒക്കെ പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സുമേഷിനോട് പോയിട്ട് പറഞ്ഞു. സുമേഷേ, 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 എന്നാ എന്താ ഈ ബെഡിൽ ഇവിടുന്ന് മാറുന്നില്ല? എനിക്ക് ഉറങ്ങണം. ഷാനക്ക വന്നേ വന്നേ. ഷാനങ്ക് സൂര്യയുടെ മുറിയിൽ നിന്ന് മാറിക്കണം. അത് അവളുടെ മുറിയല്ലേ? ഇല്ല ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ആ റൂമിൽ എനിക്ക് ആ റൂമിലേ പറ്റുള്ളൂ. ഷാനങ്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ കിടന്നു, ഞങ്ങളുടെ മുറിയിൽ. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ആ റൂമിലാണ് കിടക്കുന്നത്. എനിക്ക് പറ്റില്ല. ഷാനങ്കിന് പ്രൈവസി വേണമെന്നാണെങ്കിൽ മേളിൽ 4 ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് മോളിൽ പറ്റില്ല. എനിക്ക് ഈ റൂം തന്നെ പറ്റുള്ളൂ. ഷാനങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളുടെ ഡിസിഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ മാറില്ല. എനിക്ക് ആ റൂം മതി. എടാ, ഇവൻ സൂര്യയുടെ മുറിയിൽ നിന്ന് മാറുന്നില്ല. അവളോടെ കിടക്കട്ടെ, അതിന് നിനക്കെന്നെ. എനിക്ക് പറ്റില്ല. റൂം മാറാതെ എൻ്റെ റൂമാണ്. ഞാൻ അവിടുന്ന് മാറില്ല. നീ ഞങ്ങളോട് വന്ന് കിടക്കടാ. എനിക്ക് പറ്റത്തില്ല. സ്പ്രിങ്ങുള്ള കള്ള പെട്ടുണ്ടോ? താൻ പോടോ. അളിയ വാ അളിയ. ദേഹത്തോടല്ലടോ. ഞാൻ ആരാണ് എന്റെ വിചാരം? ക്ഷണകാരാന്നല്ലേ? അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ദിവസം താങ്കൾ വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടി കുൽസിത പ്രവൃത്തികളാണ്. അല്ല, ഇറ്റാവശ്യമില്ലല്ലോ. വേറെ കോപ്പി ഉണ്ട്. താൻ മര്യാദയ്ക്ക് ഞങ്ങളോട് വന്ന് കിടന്നില്ലെങ്കിൽ ഇത് മൊത്തം സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് വിരകും. MNC ജോലി, 5 അക്ക ശമ്പളം, ഉയർന്ന ഭാവി, ഷാനങ്ക് എന്ന വൻമരം. ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? മികച്ചത്. ബാ മാമ കഥ പറഞ്ഞുതരാം, ഒന്ന് ഉറങ്ങി തന്നാ മതി. നിനക്കാരെ മോനുറ്റിന്ന് പേരിട്ടെ? ബാപ്പ നിന്നോട് ഭയങ്കര ചതിയാട്ടോ ഇത്. നീ ഈ പേരും വെച്ച് ആ പെഡിന്റെ ഫ്രണ്ടിൽ എങ്ങനെയും നിൽക്കും. ആരുടെ? റൈഡർ ഹൈബ്രിഡ്. ഞാൻ ആ പേരല്ലോ പറഞ്ഞേ. പിന്നെ ഏത് പേരാ പറഞ്ഞു? കണ്ണൻ, കണ്ണേട്ടൻ. മികച്ചത്. ലോകത്തുള്ള പള്ളികളെല്ലാം എൻ്റെ പെടലിക്കാണല്ലോ ദൈവമേ.
നേരം കാറ്റായി ഞാൻ ചില നേരം കാറ്റായി ഞാൻ എൻ വിരൽ തുമ്പിലൊളിക്കുന്നു മായാജാലം സ്വർണ്ണ ശോഭ തരുമാദ്യ കിരണം സ്വർണ്ണ ശോഭ തരും നിന്റെ ക്രീമം സ്വർണ്ണ ശോഭ തരും നിന്റെ ക്രീം തീരാറായി മണിമുറ്റത്താവണിപ്പന്തൽ അണിയാരത്തമ്പിളിപ്പന്തൽ. ആരാടാ അത്? സുബിര, ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ ഞങ്ങളെ പ്രശ്നം? ഒന്ന് ഇറങ്ങി പോകാവോ? ജസ്റ്റ് സെക്കൻഡ്. മാച്ചോ എന്താച്ചോ? റബ്ബർ ഷീറ്റാ, വിശപ്പുള്ളോട്ട് മാത്രം അതൊക്കെ തിന്നണം. അവളുണ്ടാക്കി വെച്ചോ. ഞാൻ ലേഔട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോറീസ് ഒക്കെ സോഫ്റ്റ് കോപ്പി ആക്കി എനിക്കൊന്ന് മെയിൽ ചെയ്തേക്കെ. അതെ, ഞാൻ അടുക്കളയിൽ വെച്ചൊരു ബ്രെഡ് ടോസ്റ്റ് ആരെങ്കിലും കണ്ടോ? എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീസൻസി വേണം. പിന്നെ എന്റെ പ്രൈവസിയിൽ ആരെങ്കിലും ഇടപെട്ടാൽ അതെനിക്ക് ബുദ്ധിമുട്ടാവും. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും. ഞങ്ങളിവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നില്ല, വെറുതെ ശല്യം ചെയ്യും. ചെറുക്ക, തനിക്ക് ബുദ്ധിമുട്ടുണ്ട് വേറെ എവിടെയെങ്കിലും പോക്കോ. എന്നോട് പോകാൻ പറയാൻ താനാരാ? അവൾക്ക് അവനെ അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ്. മികച്ചത് നമ്മുടെ അല്ല എൻ്റെ. ആരാണെങ്കിലും ക്ലിയർ ആയ പോരെ. നീ അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഒന്നുമല്ലല്ലോ, അവനൊരു മാട്ടനല്ല. ഷാനൻ, നീ അവിടെ പോവാ? വീട്ടിൽ എന്തിന്? ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഐ എം സോറി. ഷാനൻ തന്നെ നീ പോക്കോ. സോറിടാ, ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ. ഞാൻ അവരോട് പോയി സോറി പറഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് വരണോ? വേണ്ട, അത് വലിച്ച് മേളിലേക്ക് ഇടും. ഞാൻ തീരുമാനിച്ചു. നീക്കൊരു തേങ്ങ അറിയത്തില്ല. എന്താ ടെസ്റ്റ് കിട്ടിയില്ലേ? നമ്മൾ ഈ ആപ്പൊക്കെ ഉണ്ടാക്കുകയല്ലേ, അപ്പൊ കൊറേ കിട്ടത്തില്ലേ? പ്ലാൻ വിദേശ രാജ്യങ്ങളൊക്കെ നീ എവിടെ പോവാനാ പ്ലാൻ? നീ പോരണോ? ഞാനിതുവരെ എയർപോർട്ടിൽ പോലും പോയിട്ടില്ല. ഇത് സ്ഥലമല്ലേ, ഒരു സ്വപ്ന ലോകം. ശരിയാടാ, പ്ലെയിനുകൾ പറന്നിറങ്ങുന്നു, പറന്നു പോകുന്നു, പ്ലെയിനുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. നീ എന്നതിനെ കാര്യം പറഞ്ഞു? എയർപോർട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത്? നമ്മൾ ഈ ചീഞ്ഞ കോമഡിയും പറഞ്ഞു നിന്ന് ആൾക്കാർ ചിരിക്കുക. ശരിയാ, സ്റ്റാൻഡേർഡ് പിടിക്കണം.
മോനെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കേ, കിട്ടിയാ? കിട്ടി. അതെ, ആ ഇത്തിരി ടഫ് സാധനം, എന്നാലും ഞാൻ ശ്രമിക്കാം. നിനക്ക് വേണ്ടി ഞാൻ കോഡ് ചെയ്ത് നോക്കാം. ഞാനേ ബീറ്റ ഗ്രീൻ എടുക്കാം. ആ ബ്ലൂ പ്രോട്ടോടൈപ്സ് ഞാൻ എടുത്തോട്ടെ, ഫോർവേഡ് ചെയ്തോട്ടെ. ശരി. റെഡുമായിട്ട് പറയാന്ന് ഹാക്ക് ചെയ്യരുതേ. കാര്യം പറയാം, ഞാൻ നിന്റെ പുറകെ ഒന്ന് ഹാക്ക് ചെയ്യും. സുമേഷ്, അതെ, നമ്മുടെ കുഞ്ചൂസ് ആപ്പിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടേ കുറച്ച് ക്ലൗഡ് മേടിക്കണം. അതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. അയ്യോ, അത് പറ്റത്തില്ല. ഇവിടുത്തെ സാധനത്തിൽ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോവോ? ഒന്നാ വേണ്ട, നമുക്ക് വേറെ എങ്ങനെയാ? അതിന് 2-2.5 ലക്ഷം രൂപയെങ്കിലും ആവും. 2.5 ലക്ഷം രൂപയോ? ഇത് അമേരിക്കയിൽ നിന്ന് വരണ്ടേ? 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു. 2.5 ലക്ഷം രൂപയെ പക്ഷേ 35,270 രൂപയ്ക്ക് ഈ സാധനം കിട്ടാനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അതിന് 273 രൂപ. 250 രൂപ വണ്ടിക്കൂലി, 20 രൂപ ആരെങ്കിലും ഇത് മേടിച്ചോണ്ട് വരുന്നതിൻ്റെ ഒക്കെ ചിലവാ. പരിപാടി എങ്ങനെയാന്ന് പറയുന്നത്? അതെ, എൻ്റെ ഒരു അമ്മാവനെ കുവൈറ്റിലുണ്ട്. അപ്പോൾ അവിടെ ഈ സാധനം വില കുറഞ്ഞ് കിട്ടും. അമ്മാവനോട് ഞാൻ ഇന്ന് റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ ഈ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട്, നമ്മുടെ ഒരു കുഞ്ചൂസിലെ പിള്ളേരുടെയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഞാൻ അമ്മാവനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അമ്മാവൻ വരുമ്പം ഇത് സാധനം മേടിച്ചിട്ട് വരാൻ പ്രത്യേകിച്ചൊന്നും തരണ്ട, ഈ കാശ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ സമ്മതിച്ചു. എനിക്ക് അല്ലേലും അറിയാവുന്ന ഷാനിക നമ്മുടെ ഈ കുഞ്ചൂസ് പ്രോജക്റ്റിലൊരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ളത്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ. അതായത് സുമേഷേ 35,270 അല്ലേ? ലൂഡോ കിങ്ങടാ. എന്താ മറ്റേ കിങ്ങും ക്യൂനും രാജാവും രാജ്ഞിയും അവരുടെ മഴുവെള്ളത്തിൽ പോയപ്പോ ജലദേവത വന്നിട്ട് ഉറുമ്പിനില ഇട്ട് കൊടുത്തില്ലേ, ആ കഥ കേറിയില്ല ഇതിൻ്റെ അകത്ത്. കേറും. ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഫണ്ട് റേസ് ചെയ്യണം. കണ്ടുന്നേരെ കാണാൻ എടാ, ഞാനും വരുന്നു. വർക്ക് എടുത്തോളാം. ഗെയിം കളിച്ചോണ്ടിരിക്കാൻ തീർക്കണം. ലാപ്പിന്റെ ചാർജർ തീർന്നു കേട്ടോ. ചാർജർ കറണ്ട് ഇല്ല മാൻ. കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുണ്ടായിരുന്നു. KCB എന്തോ വർക്ക് നടക്കുക. അയ്യോ, അപ്പൊ നമുക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോടാ മോനു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഇവിടെ ഉള്ളപ്പം ഇവിടെ ഒറ്റയ്ക്ക് എത്തിയിട്ട് അവൻ നിലയോടെ പറഞ്ഞുതരണം, ഇങ്ങനെ ദൃഷ്ടി പതിയിരുന്നു നമ്മുടെ നേരത്ത്. എന്താ വേണ്ട, നമുക്കിന്ന് പുറത്തേക്ക് പോകണ്ട, ഇവിടെ ഇരുന്ന് കളിക്കാൻ എന്തെങ്കിലും ചീട്ട് കളിച്ചാലോ? ചീട്ടുണ്ടോ? ചീട്ടില്ല. പിന്നെ എന്താ എനിക്കിത് പറഞ്ഞു? അതെ, നമുക്ക് ഫിക്ഷണറി കളിക്കാം. ശരിയാ, അവന്റെ തലക്കിട്ട് റഡർ കൂടാ ഡിക്ഷണറി വെച്ച്. ഡിക്ഷണറി അല്ല, പിക്ഷണറി. അതായത് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കും. അത് ക്ലൂസ് ആണ്. അപ്പൊ ആ പടങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്താ വരച്ചെന്നുള്ളത്. ആദ്യം കണ്ടുപിടിക്കുന്ന ആള് ജയിക്കും. ബ്രില്യന്റ് ഗേൾ. താങ്ക് യു. സ്മൈൽ. ജോക്കർ ഫിഷ്. ചന്ദ്രനാന്ന് മനസ്സിലായി. അല്ല, ചന്ദ്രൻ ആദ്യം കാലുകുത്തി. ഡ്രൈവറും ആരോ പണ്ട്. വേവ്. ചന്ദ്രനല്ല. വേവ്. സൈൻ വേവ് കോസ്. തിരമാല ഏത് കണ്ടാ അറിയാൻ പാടില്ല. ഇപ്പോഴല്ല മനസ്സിലായത്, ഇതേതോ ദ്വീപിൽ പോസ്റ്റ് ഇടാൻ പോകുന്ന KCB-കാരാ. അതെന്താണ് പോസ്റ്റ് തന്നെയാണ്, 2 പോസ്റ്റാണ്. കാറ്റ് പിടിച്ച് വെള്ളം പോകുന്നു. ഇതോ ഒന്ന് മാറി ടൈറ്റാനിക്കിനൊന്നും കണ്ടേ. ഇതാണ് ടൈറ്റാനിക്. ഓ, അത് എഴുതി വെക്കണം. അതെ, ആ റോസിനെ കുറച്ച് മുടിയെങ്കിലും വരയ്ക്കായിരുന്നു കേട്ടോ. നെക്സ്റ്റ്. റോങ് ആൻസർ. എനിക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ഒരു ബസ് ആക്കും ഇതിനെ. അത് ടയറല്ലേ? പഞ്ചറായിട്ട് ഓടും. കുഴി. പോസ്റ്റ്. കമ്പി. യൂസ് യുവർ ബ്രെയിൻ.
1106. ബെർലിൻ പോയി, പക്ഷെ ഉത്തരം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ബസ് അടിക്കാണ്ടേ പോകുന്നേ. പട്ടി. That's my dog, puppy. You. പട്ടി ഇപ്പോഴും മാറ, ഞാൻ വരയ്ക്കാം. ഞാൻ മനസ്സിലായോ? ചുരുങ്ങിയ ചുരുങ്ങിയിട്ടിരിക്കും. നിനക്കൊല്ലം പറയാമോ? ചീട്ടുകളിയിലെ മറ്റേ ലവ് ചിഹ്നം ഹാർട്സ്. തിരിച്ചു വെച്ചത് ഹാർട്സ് ആണ്. അങ്ങനെ പറ. ഹാർട്സ് വെട്ടി വളച്ചു കയറി. നീ എവിടത്തെ ആപ്പുണ്ടാക്കാൻ നടക്കുന്നതാടാ? അറ്റത്ത് ഇലുമിനാറ്റി. ട്രയാങ്കിള്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. പടം ഏത്? വില്ലടാ, ഇല്ല, വിജയുടെ പടം. What happened? മർസല് മതിയായിരുന്നു. സ്പേസ് ബോൾ ആണോടാ? ഏയ് ഒരു ബോള് പോകുന്ന പാത്രേ അല്ല. ബോർഡിന്റെ മൂലയില് നക്ഷത്രം. ക്രിസ്മസ് ആയോ? പിടി കിട്ടുന്നില്ലല്ലോ. ആണെങ്കിൽ നീ ഭയങ്കര എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി. ഓംലേറ്റ്. മീൻ മുട്ടയാണോ? മീൻ മുട്ട. ചക്രവ്യൂഹമല്ലോ ആണോടാ? ഇത് കണ്ടിട്ടാണ് മനസ്സിലാവും. കൊറോണയാണോ? ഇത് തട്ടുകടയിൽ ദോശ ഇട്ട് വെച്ചോ. എന്റെ പൊന്നു ജാനകി മനുഷ്യൻ ഗാലക്സി പോലെ എന്തെങ്കിലും ആണോ? അടുത്തെത്തിയോ ഞാൻ? അധികം അങ്ങോട്ട് അടുത്തെത്തണ്ട. കുറച്ചാലും കുറച്ചും കൂടെ സ്പെസിഫിക് ആവണം. ഗാലക്സി സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് എനിക്ക് 1-2 കടകളുണ്ടോ? ഇത് ഗാലക്സി, ഇത് എർത്ത്, ഇത് കുറെ പ്ലാനറ്റ്സ്, ഇത് ഫുൾ സ്പേസ്. അതിലേക്ക് വരുന്ന ഫസ്റ്റ് സാറ്റലൈറ്റ് സ്പുട്നിക് 1. അതാണ് ഞാൻ PVC പൈപ്പ് ഉണ്ടോ? ഉണ്ടാക്കി ഈ ചെറുക്കൻ ആൾനാശം ഉണ്ടാക്കും. Guys, let's crank it up a notch. നീ പഠിച്ച് പ്രാചീന കാലത്തേക്കാണോടാ പോയെ? അറിയാം സൂര്യക്ക് അറിയാം. തെന്നിച്ചു കറക്റ്റാ. മുണ്ട നീ കണ്ടിട്ടില്ല മറ്റേ മരത്തിന്റെ മേലിൽ കിളി ഇരുന്നിട്ട് അതിന്റെ കണ്ണിൽ വിളിക്കുന്നു. Game over. എടാ നമ്മുടെ പ്രശ്നത്തിന് ഇവിടെ അടുത്ത കണ്ട ഒരു IT കമ്പനി ജോലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്ക്? സച്ചിന്? അതെ, അവനിവിടെ അടുത്ത കണ്ട താമസം. നിന്നോടാര് പറഞ്ഞു? വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? കറണ്ട് പോയി. തിരികെ എത്തിക്കടാ. പ്രശ്നമായെന്നാ തോന്നുന്നത്. സീനായി. നിങ്ങൾക്കറിയാത്തൊരു പ്രശ്നമുണ്ട്. കോളേജിൽ വെച്ച് നടന്ന സംഭവമാണ്. ഞങ്ങളത് മറന്നിരിക്കുമായിരുന്നു. മനുഷ്യനെ പഠിപ്പിക്കുന്ന കാര്യം പറയണം. നമ്മളിവിടെ വന്നപ്പം മുതൽ ഓരോ അവസരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതിൻ്റെയൊക്കെ കാരണം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ 3 പേരും കൂടെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ സച്ചിൻ്റെ കാര്യം സംസാരിച്ചല്ലേ പോയത്.
ബൈക്ക് ആക്സിഡൻ്റ് ആയി. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ അവൻ്റെ കോൾ വന്നു. ഞാൻ എടുത്തില്ല. അതും കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് നാവിക്കട്ട അമ്പ് കൊണ്ടത്. അതിന് എടാ വെറുതെ അല്ല അവനെ പ്രശ്നം എന്ന് വിളിക്കണത്. അവൻ ആരെപ്പറ്റിയെങ്കിലും സംസാരിച്ചാലും അവനെപ്പറ്റി ആരെങ്കിലും സംസാരിച്ചാലും ആ പറയുന്ന ആൾക്ക് സ്പോട്ടിൽ എന്തെങ്കിലും പ്രശ്നം പറ്റും. പണ്ട് ഇവൻ്റെ അമ്മൂമ്മയ്ക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭാഗ്യമുണ്ടല്ലോ, ഒറ്റ ഒരെണ്ണത്തിന് പരുന്ത് റാഞ്ചിയില്ലെന്ന് അവൻ പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പരുന്തുകാലിൽ പോയി. ഇവൻ കാരണമാണ് കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചി എന്ന് പറഞ്ഞ് അമ്മൂമ്മ സ്പോട്ടിൽ തട്ടിപ്പോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇനി പേടിയോ? പേടിക്കണം. ഇനി അവനെ പറ്റി ആരും ഇവിടെ സംസാരിക്കരുത്. സംസാരിച്ച പണി കിട്ടും. പിന്നെ നീ എന്തിനാ സംസാരിച്ചേ? പിന്നെ സംസാരിക്കാതെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. നീ മെസ്സേജ് അയച്ചാൽ പോരായിരുന്നോ? ഇത്രയൊക്കെ അവനെപ്പറ്റി പറഞ്ഞതിന് ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ആരാ? എടാ പോയി നോക്കണം. പിന്നെ എനിക്ക് പേടിയാ. ദീപക് നോക്ക്. എന്നാ വാ, ഒന്നിച്ചു നോക്കാം. ഞാൻ വന്നോ? പിരിയടി. ആരാ? എടാ ഞാൻ സച്ചിനാടാ. ആ നീയായിരുന്നു. കേറി വാ. ഐശ്വര്യമുള്ളവർ വന്നു കയറിയപ്പോ കറണ്ട് വന്ന കണ്ടേ. എടാ മോനെ നീയൊക്കെ ഇവിടെ നിന്നായിരുന്നാ? ഞാനൊക്കെ നീ മറന്നു കൂടിയോ? അല്ല നീ എങ്ങനെ ഇവിടെ? എടാ എനിക്കിവിടെ അടുത്തൊരു IT കമ്പനി ജോലി കിട്ടിയടാ. അല്ല ആ കാര്യം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ? വൈകിട്ട് നിന്നെ കുറെ പ്രാവശ്യം വിളിച്ചു, നീ ഫോൺ കാഞ്ഞു. മോശമായി കേട്ടോ. അത് ഞാൻ കണ്ടില്ല. എന്നാലും കാണത്തില്ല നീ. അല്ല ഞങ്ങളിവിടെ ഉണ്ടെന്ന് നിനക്കെങ്ങനെ? ഇവൻ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടെ ലൊക്കേഷൻ അയച്ചു. അവിടെ ഇതിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കാര്യങ്ങൾ പറ. ഇങ്ങനെ പോകുന്നു. എടാ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. എടാ നിങ്ങളൊക്കെ എന്തോ ഒരു കുഞ്ചൂസ ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത് നീ അറിഞ്ഞു കേട്ടോ. കുഞ്ചൂസ കൊള്ളാം കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഇതായിട്ടുണ്ട്, നല്ല രീതിയിലൊക്കെ പോട്ടെ. എനിക്ക് സന്തോഷമായി. നിങ്ങളൊക്കെ ഒന്ന് സന്തോഷിച്ച് കാണട്ടെ. ആണെൻ്റെ ഒരു ലക്ഷ്യം. അടിച്ചു പോയി ഗായ്സ്, അടിച്ചു പോള. നമസ്കാരം, ഞാൻ അരുൺ ബാബുരാജ്. എൻ്റെ പേര് കമൽ. ഞാൻ ചെറിയ KJ. ഞാൻ അയിമ. ഞാൻ മാക്സ്. ഞാനാണ് സീരീസിൻ്റെ ഡയറക്ടർ. പിന്നെ ഞാനാണ് ഷാനങ്ക് എന്ന് പറഞ്ഞ റോൾ ചെയ്തത്. കുഞ്ചൂസ് സാപ്പിലെ സുബിൻ സാബു എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. സുമേഷ് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന ഞാനാണ്. കുഞ്ചൂസ് ആപ്പിലെ സൂര്യ എന്ന റോള് ചെയ്തിരിക്കുന്നത്. കുഞ്ചൂസിൽ ഞാൻ ചെയ്ത റോൾ മനുറ്റി. സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും കണ്ടന്റുകൾ ലഭിക്കേണ്ടതിന് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കം ഡൗൺ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.